ഓൾ ദീസ് തിങ്സ് ആർ സെക്കൻഡറി. പണവും ഡ്രഗ്സും. ഇവിടെ അതല്ല പ്രശ്നം. നമ്മൾ ഇത്രയും രഹസ്യമായി പ്ലാൻ ചെയ്ത ഈ ഓപ്പറേഷൻ എങ്ങനെ നായർ അറിഞ്ഞു? ചിന്തിച്ചോ? ഡൽഹിയിൽ നിന്ന് ഇത് ചോരില്ല. അവർക്കാർക്കും നായരെ അറിയില്ല. ചോർന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നായരോട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടാവും. ഉണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. രാധേ, നിന്റെ സ്നേഹത്തിനും നീ കാണിക്കുന്ന ഈ താല്പര്യത്തിനും തിരിച്ചു തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. വലുതല്ലെങ്കിലും നിനക്ക് തരാൻ ഒരു ജീവിതം. പക്ഷെ അതിനും എനിക്കിന്ന് കഴിവില്ല. എന്റെ ജീവനും അവർ വിലയിട്ടില്ലേ? 10,000 രൂപ. ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുള്ള യോഗ്യത എനിക്കില്ല, അവകാശം എനിക്കില്ല. ഉണ്ട്, നിനക്ക് മാത്രം. ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിനക്ക് മാത്രം. നീയാണല്ലേ അവനോടെല്ലാം പറഞ്ഞു കൊടുത്ത പട്ടി കഴിവരുടെ മോളെ? എവിടെയാണ് അവൻ? എന്നെ കൊന്നാലും ഞാൻ പറയില്ല. Bloody bitch! എന്നെ കൊന്നാലും ഞാൻ പറയില്ല. നീ പറയില്ലല്ലേ? ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ലല്ലേ? ഇല്ല, ഞാൻ പറയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പറയാം, വാ. സാർ, ബോഡി ഇവിടെ ഉണ്ട്. ഈ കുട്ടി നിങ്ങളുടെ ആരാ? എന്റെ ഒരു അകന്ന ബന്ധുവാണ് സാർ. ഞാനിനി നാട്ടിൽ ചെന്ന് അവരോട് എന്ത് സമാധാനം പറയും? വിഷമിക്കാതിരിക്കൂ ദേവയ്യ, എല്ലാം വിധിയാണ്. റിയലി പാത്തറ്റിക്. നായരുടെ ട്രാജഡിക്ക് ശേഷം വെരി ഗ്ലൂമി. അയാളുമായിട്ട് അവൾ അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. മരിച്ച പെണ്ണ് തലക്കുറി വായിച്ചിട്ടെന്താ? ലീവ് ദ മാറ്റർ. ഷീ ഈസ് ഗോൺ. അതവിടെ വെച്ചേക്കും.
ഷീ ഈസ് മൈ സിസ്റ്റർ. ഹലോ. ഒരു റിലാക്സേഷൻ കിട്ടിയിട്ട് ദിവസം എത്രയെന്നറിയോ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ, അത് ഫിനിഷ് ചെയ്തോ. ഇന്നാണ് മനസ്സിനൊരു സമാധാനം കിട്ടിയത്. ഒരു 5-6 വിട്ട് ശരിക്കൊന്ന് ഉറങ്ങാൻ പോവാ. കുമാരെ, നിങ്ങളുടെ പുരാണത്തിൽ രാവണനെ കുറിച്ചൊരു കഥയില്ലേ? വെട്ടിയ തലകൾ വീണ്ടും മുളച്ചു വരുമെന്ന്. ഒരു രാധയെ കൊന്നെന്ന് വെച്ച് നായർ ഒതുങ്ങിയെന്ന് വിചാരിക്കരുത്. അതല്ല കാര്യം. താൻ എന്റെ ഗോഡൌൺ കണ്ടിട്ടുണ്ടോ? ഇല്ല. ലക്ഷക്കണക്കിന് രൂപയുടെ വെപ്പൺസ് ആണ്. പാതി ഹൈലി എക്സ്പ്ലോസീവ്സ് ആയ മെറ്റീരിയൽസും. ഇരിക്കുന്ന സ്ഥലവും സാധനമൊക്കെ ആ നായർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങടോ? ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി, ഒക്കെ കൂടി പൊട്ടിത്തെറിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാനത് ഷിഫ്റ്റ് ചെയ്തു പരമ രഹസ്യമായ ഒരു സ്ഥലത്ത്. ഇനി നായരല്ല, ദേവേന്ദ്രന്റെ മകൻ കൊച്ചാപ്പിയില്ലേ, അവൻ വന്നാൽ കണ്ടുപിടിക്കില്ല. നമ്മുടെ ദേവയനാ കാവല്. കുമാരെ, എക്സൈറ്റഡ് ആകാതെ. എങ്ങനെ എക്സൈറ്റഡ് ആവാതിരിക്കും? ലക്ഷക്കണക്കിന് രൂപയുടെ വെപ്പൺസും എക്സ്പ്ലോസീവ്സുമാണ് അയാൾ നശിപ്പിച്ചത്. പോരാത്തതിന് ഏത് അറുകൊലയ്ക്കും കൂടെ നിന്നിരുന്ന ദേവയനെയും രാധയെ കൊന്നതിന്റെ പ്രതികാരമാണ്. ഇങ്ങനെ പോയാൽ നാളെ അയാൾ ഇവിടെ വന്ന് എന്നെയും കൊന്ന് ഈ വീടിന് ദീപിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? തനിക്കിപ്പോ എന്താ വേണ്ടത്? നായരെ ഒതുക്കണം. അറിയാഞ്ഞിട്ടല്ല, ഓരോന്നിനും ഓരോ സമയവും കാലവും ഉണ്ട്. സമയവും കാലവും മുഹൂർത്തം നോക്കിയിരിക്കാൻ ഇനി ഞാനില്ല. യു ഡോണ്ട് നോ ദാറ്റ് നായർ ഈസ് എ ഡെവിൾ. ആയിക്കോട്ടെ, പക്ഷെ അയാളല്ല നമ്മുടെ ലക്ഷ്യം. സാറ്റിലിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ്. ഈ ആഴ്ചയിൽ ഏത് ദിവസം വേണമെങ്കിലും ഷിഫ്റ്റിംഗ് നടക്കാം. സോ വാട്ട്? വി ഹാവ് ഓൾറെഡി പ്ലാൻഡ് അവർ ഓപ്പറേഷൻ. നമ്മുടെ ഈ ഓപ്പറേഷന് സാറ്റലൈറ്റ് ട്രെയിനീസ് കോപ്പറേറ്റീവ് എന്ന് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. എനിക്കുറപ്പാ. പക്ഷെ എനിക്ക് ഉറപ്പില്ല. ഒരു പെട്ടി ഡ്രഗ്സ് പാർട്ടിക്ക് എത്തിക്കാൻ ഭയപ്പെട്ടവർ ഇങ്ങനെ ഒരു ഓപ്പറേഷന്, അതും ഇത്രയും ഡേഞ്ചറസ് ആയ ഒരു ഓപ്പറേഷൻ കൂട്ടുവെക്കുമോ? ഇല്ല. പിന്നെ കുറച്ചു ദിവസത്തേക്ക് അവരെ ഇവിടുന്ന് അകറ്റി നിർത്തണം, ഓപ്പറേഷൻ കഴിയുന്നവരെ. അതെങ്ങനെ? ഒരു വഴിയുണ്ട്. ആദ്യം ഞാൻ ബ്രിഗേഡിൽ ഒന്ന് കാണട്ടെ.